വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഷിഫ അൽ ജസീറ ഗ്രൂപ്പ് ചെയർമാൻ കെ.പി. റബിയുള്ള നൽകുന്ന ധനസഹായത്തിന്റെ ഭാഗമായ 50 ലക്ഷം രൂപ മുസ്ലിം ലീഗിന്റെ സഹായനിധിയിലേക്ക് കൈമാറി. സിഇഒ ഹബീബ് റഹ്മാൻ, ഇബ്രാഹിം കോഡൂർ എന്നിവർ ചേർന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ചെക്ക് കൈമാറി. പി.കെ. കുഞ്ഞാലിക്കുട്ടി, പാണക്കാട് മുന്നവർ അലി ശിഹാബ് തങ്ങൾ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക്, പുനരധിവാസ നിധിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കെ.ടി. റബിയുള്ള ഷിഫ ജസീറയുടെ തലവനാണ്. അദ്ദേഹം 50 ലക്ഷം രൂപ ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിനിധികൾ അതിപ്പോൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. വളരെ സന്തോഷം. റബിയുള്ളക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നന്ദിയും നേരുന്നു. ഡോക്ടർ കെ.ടി. റബിയുള്ള സാഹിബ് 20 ലക്ഷം രൂപ സംഭാവന തന്നിരിക്കുകയാണ്. അദ്ദേഹത്തോട് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ പ്രത്യേകമായി അറിയിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഗ്രൂപ്പാണ് ഷിഫ അൽ ജസീറ ഗ്രൂപ്പ്. റബിയുള്ള സാഹിബ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരകളായവരെ സഹായിക്കാൻ KPCC പ്രഖ്യാപിച്ച ധനസമാഹരണത്തിലേക്ക് 20 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ കെ.ടി. റബിയുള്ളയുടെ നിർദ്ദേശപ്രകാരം നേരത്തെ സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്കും മുസ്ലിം ലീഗ് ധനസമാഹരണത്തിലേക്കുമായി 1 കോടി രൂപ കൈമാറിയിരുന്നു. ഇതിന് പുറമെയാണ് ഇന്നലെ പെരിന്തൽമണ്ണയിൽ വെച്ച് 20 ലക്ഷം രൂപ പ്രതിപക്ഷ നേതാവ് VD സതീശന് ഷിഫ അൽ ജസീറ പ്രതിനിധി യു ഇബ്രാഹിം കൈമാറിയത്. ചടങ്ങിൽ DCC പ്രസിഡന്റ് VS ജോയ് പങ്കെടുത്തു. ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ സ്നേഹിതൻ ഡോക്ടർ കെ.ടി. റബിയുള്ള സാഹിബ് 20 ലക്ഷം രൂപ സംഭാവന തന്നിരിക്കുകയാണ്. അദ്ദേഹത്തോട് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ പ്രത്യേകമായി അറിയിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഗ്രൂപ്പാണ് ഷിഫ അൽ ജസീറ ഗ്രൂപ്പ്. റബിയുള്ള സാഹിബ് ഇനിയും ഒരുപാട് കാലം ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നല്ല തോതിൽ നടത്താൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾക്കും കഴിയട്ടെ. അതിന് സർവശക്തനായ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വയനാട് ദുരന്തത്തിൽ ഇരകളായവർക്ക് 1 കോടി രൂപയുടെ ധനസഹായവുമായി ജീവകാരുണ്യ പ്രവർത്തകനും പ്രവാസിയുമായ മലപ്പുറം ഈസ്റ്റ് കോഡൂർ സ്വദേശി കെ.ടി. റബിയുള്ള 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും 50 ലക്ഷം രൂപ മുസ്ലിം ലീഗിന്റെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കുമാണ് കൈമാറിയത്. 300-ലേറെ പേരുടെ ജീവൻ അപഹരിച്ച വയനാട് മുണ്ടക്കെ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായാണ് ധനസഹായം കൈമാറിയത്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ കെ.ടി. റബിയുള്ളയുടെ ധനസഹായമായ 50 ലക്ഷം രൂപയുടെ ചെക്ക് ബഹ്റൈനിലെ ഷിഫ അൽ ജസീറ ഹോസ്പിറ്റൽ സിഇഒ ഹബീബ് റഹ്മാൻ കൈമാറി. വള്ളിക്കുന്ന് MLA അബ്ദുൽ ഹമീദ് മാസ്റ്റർ സന്നിഹിതനായി. മുസ്ലിം ലീഗിന് നൽകിയ 50 ലക്ഷം രൂപ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് അൽ ജസീറ ഗ്രൂപ്പ് സിഇഒ ഹബീബ് റഹ്മാനും ഇബ്രാഹിം കോഡൂരും ചേർന്ന് കൈമാറി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. നാല് പതിറ്റാണ്ടിലേറെയായി അമ്പലവയൽ പ്രദേശത്ത് ചുമടായി വെള്ളമെത്തിക്കുന്ന ഹരിദാസിനെ കുറിച്ചുള്ള വാർത്ത 24 നേരത്തെ മോർണിംഗ് ഷോയിൽ കൊടുത്തത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. നഗരത്തിലെ പൊതു കിണറിൻ്റെ കാവലാളായ ഹരിദാസൻ ഇപ്പോഴും ഈ ജോലി തുടരുകയാണ്. ഹരിദാസൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞ് സഹായഹസ്തവുമായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഗൾഫ് നാട്ടിൽ പ്രവർത്തിക്കുന്ന ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കെ.ടി. റബിയുള്ള. 24 ഇമ്പാക്റ്റ്. വയനാട് അമ്പലവയൽ നഗരത്തിൽ കുടിനീര് ചുമടായി എത്തിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളുണ്ട്. പേര് ഹരിദാസ്. 4 പതിറ്റാണ്ടുകൾ ഏറെയായി ഹരിദാസ് കുടിവെള്ള വിതരണം ഉപജീവന മാർഗമായി സ്വീകരിച്ചു. മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നീ മാത്രം വന്നില്ലല്ലോ, എന്നെ മാത്രം കണ്ടില്ലല്ലോ. ഈ കിണറാണ് എന്നെ ഇത്രയും അത്യുന്നത നിലകളിലേക്ക് എത്തിച്ചത്. അപ്പോൾ എനിക്ക് ഈ കിണറോട് ഭയങ്കര കടമയും കടപ്പാടുണ്ട്. ഈ ഉപ്മാവിൻ്റെ കൊതിയോണ്ടും അവിടെ കുറേ ദൂരത്ത് ഒരു വലിയൊരു കുഴിയിൽ നിന്ന് പോയിട്ട് വെള്ളം എടുത്തിട്ട് ഈ താഴെ കൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ പാലൊക്കെ തരും, കുറച്ച് ഉപ്മാവൊക്കെ തരും. കാരണം അത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്. അമ്പലവയൽ പ്രദേശത്ത് ചുമടായി കുടിനീരെത്തിക്കുന്ന ഹരിദാസന്റെ ജീവിതകഥ 24 പുറത്തുവിട്ടിരുന്നു. 67-ാം വയസ്സിലും ഈ ജോലി തുടരുകയാണ് അദ്ദേഹം.
അദ്ദേഹത്തിന് സഹായഹസ്തവുമായി പലരും മുന്നോട്ട് വന്നു. മുളവടിയുടെ രണ്ടഗ്രങ്ങളിൽ കെട്ടിയ തകരപ്പാട്ടകളിൽ വെള്ളം നിറച്ച് ചുമലിൽ ഭാരം താങ്ങി കാൽനടയായി അമ്പലവയലിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിക്കുന്ന ഹരിദാസൻ സാമ്പത്തിക പരാധീനതകളാൽ ബുദ്ധിമുട്ടുകയാണ്. വാർത്ത കണ്ടറിഞ്ഞ KT റബിയുള്ളയുടെ കൈത്താങ്ങ് 2 ലക്ഷം രൂപയാണ് ഹരിദാസിന് കൈമാറിയത്. അമ്പലവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് CK ഹഫ്സത്ത്, വാർഡ് അംഗം കൃഷ്ണകുമാർ, വടുവഞ്ചാൽ സ്കൂളിലെ റിട്ടയർഡ് അധ്യാപകൻ ബഷീർ അരഞ്ഞനാൽ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കൈമാറ്റം. ഏത് പ്രശ്നങ്ങൾക്കും സർക്കാരിൻ്റെ സഹായഹസ്തം കാത്തു നിൽക്കാതെ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിന് സാമ്പത്തിക ഭദ്രതയുള്ള ഇത്തരം സന്മനസ്സുള്ള ആളുകൾ സന്നദ്ധരാകുമ്പോൾ ഒരുപാട് പാവപ്പെട്ട ഔഷധം അനുഭവിക്കുന്ന ആളുകൾക്ക് അത് ആശ്വാസമാണ്. തുച്ഛമായ വരുമാനത്തിലും ഈ ജോലി തുടരുന്ന ഹരിദാസൻ പൊതുകിണറിന്റെ സംരക്ഷകൻ കൂടിയാണ്. എനിക്ക് ഈ KT റബിയുള്ള സാറ് ഇങ്ങനെ വലിയ സഹായം ചെയ്തതിൽ ഒരുപാട് സന്തോഷവും നന്ദിയുണ്ട്. അദ്ദേഹത്തിന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത്രമാത്രം ഒരു സഹായമാണ് ഇപ്പോൾ എനിക്ക് ഈ സാഹചര്യത്തിൽ ചെയ്തു തന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതിനെ തുടർന്നായിരുന്നു സഹായം നൽകാൻ തീരുമാനിച്ചതെന്ന് KT റബിയുള്ള വ്യക്തമാക്കി. 24 വയനാട്. അനാഥമായതും കത്തിക്കരിഞ്ഞതും അഴുകിയതുമൊക്കെയായ മൃതദേഹങ്ങൾ, ആരും ചെയ്യാൻ മടിക്കുന്ന തൊഴിൽ. സോമൻ ചേട്ടന് പക്ഷേ ആ മടിയില്ല. കഴിഞ്ഞ 32 വർഷമായി സോമൻ ചേട്ടൻ്റെ സേവനം പോലീസ് വകുപ്പിനടക്കം ലഭിക്കുന്നുണ്ട്. സോമനെ വിളിച്ചാൽ എല്ലാ കാര്യം ഭംഗിയായിട്ട് ചെയ്യും. കാരണം ഇതിനകത്ത് തൂമ്പായ്ക്ക് മാന്താൻ പറ്റുന്നില്ല. കരിങ്കല്ല്, കുപ്പിച്ചില്ല്, ഉമ്മായ, ഈ ഇത്രയായിട്ടും നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വെട്ടി ഈ ബോഡിയെ കൊണ്ടുപോയെങ്കിൽ നമ്മുടെ അടുത്ത ഒരു പരിശോധന സമയത്ത് അതിനകത്ത് വ്യത്യാസം വരും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യത്തിന് എന്നെ വിളിക്കുന്നത്. കൂലിപ്പണിക്കും തെങ്ങുകയറ്റത്തിനും പോകാറുള്ള സോമൻ ചേട്ടന്റെ വീട് 2018 വെള്ളപ്പൊക്കത്തിൽ തകർന്ന അവസ്ഥയിലാണ്. ഇതിനിടെയാണ് മാതൃഭൂമി ന്യൂസ് നടത്തിയ പരമ്പര ദ ഗ്രേറ്റ് ഇന്ത്യൻ ജോബിൽ സോമൻ ചേട്ടന്റെ കഥ വാർത്തയായത്. വാർത്ത കണ്ട ബഹ്റൈൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് സോമൻ ചേട്ടന് സഹായവുമായി എത്തി. ഒരു ലാഭേച്ഛയും കൂടാതെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മാത്രം നാടിനും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ്, ഗവൺമെൻറ്റിനെ കൂടി ഉപകാരപ്രദമാകുന്ന പ്രവർത്തനമാണ് സോമൻ ചേട്ടൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംരംഭം കണ്ടെത്തിയ മാതൃഭൂമി ചാനലിനെ ഞങ്ങൾ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. മനുഷ്യത്വം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അദ്ദേഹം ശരിക്കും ഇവിടെ നടപ്പിലാക്കിയിരിക്കുകയാണ്. ജാതിക്കും മതത്തിനും അതീതമായി ഒരു യഥാർത്ഥ ആളിനെയാണ് അദ്ദേഹം സഹായിച്ചിരിക്കുന്നത്. എനിക്ക് ഈ പെരടാമത്തിലാണ് എൻ്റെ മെയിൻ വിഷയം. ആരേലും ഒന്ന് തുടങ്ങി വെച്ചെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യത്തിന് മുന്നോട്ട് പോകുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിപ്പോൾ ഒരു തുടക്കമാണ്. അത് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കുടുംബത്തിൻ്റെയും സോമൻ ചേട്ടൻ്റെയും സ്വപ്നമായ അടച്ചുറപ്പുള്ള വെള്ളം കയറാത്ത വീട് എന്ന സ്വപ്നം അങ്ങനെ യാഥാർത്ഥ്യമാവുകയാണ് ഇവിടെ. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. ദുരിതസഹമായ ജീവിത സാഹചര്യങ്ങൾക്കിടയിലും നാട്ടിലെ പൊതുകിണർ സംരക്ഷിക്കുകയും ആവശ്യക്കാർക്ക് കുടിവെള്ളം എത്തിക്കുകയും ചെയ്യുന്ന അമ്പലവയൽ സ്വദേശി ഹരിദാസന് മലപ്പുറത്തെ പ്രവാസി വ്യവസായി KT റബിയുള്ളയുടെ കൈത്താങ്ങ്. മുളവടിയിൽ 2 അഗ്രങ്ങളിൽ കെട്ടിയ തകരപ്പാട്ടങ്ങളിൽ വെള്ളം നിറച്ച് ചുമലിൽ ഭാരം താങ്ങി കാൽനടയായാണ് ഹരിദാസന്റെ ജലവിതരണം. നിരവധി വീടുകളിലും കടകളിലുമെല്ലാം പ്രതിഫലം ഒന്നും ഇച്ഛിക്കാതെയാണ് ഇദ്ദേഹം കുടിവെള്ളം എത്തിച്ചിരുന്നത്. സാമ്പത്തികമായി പ്രയാസം മൂലം കിടന്നുറങ്ങാൻ അടച്ചുറപ്പുള്ള വീട് പോലും നിർമ്മിക്കാത്ത ഹരിദാസന്റെ ജീവിതത്തെക്കുറിച്ച് മാധ്യമ വാർത്തകളിൽ നിന്നറിഞ്ഞാണ് GCC കേന്ദ്രമായ ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് മേധാവി KD റബിയുള്ള സഹായവുമായി എത്തിയത്. അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK ഹഫ്സത്ത് സഹായധനം സമ്മാനിച്ചു. ഹരിദാസേട്ടൻ പോലെയുള്ള ഒരുപാട് ആളുകൾ അധിവസിക്കുന്ന ഈ പഞ്ചായത്തില് സർക്കാർ സംവിധാനങ്ങൾക്ക് ഇവരെ സഹായിക്കുന്നതിന് പരിമിതികളുണ്ട്. അങ്ങനെ പരിമിതികൾ ഉണ്ട് എന്നുള്ളതിന്റെ ആ വേദനാജനകമായ സാഹചര്യത്തിൽ ഞങ്ങൾ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ റബിയുള്ള പോലെയുള്ള ആളുകൾ ഇദ്ദേഹത്തെയൊക്കെ സഹായിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. വാർഡ് അംഗം കൃഷ്ണകുമാർ, റിട്ടയർഡ് അധ്യാപകൻ ബഷീർ അരഞ്ഞനാൽ, ചാരിറ്റി മിഷൻ കോർഡിനേറ്റർ സുരേഷ് എടപ്പാൾ, ഡാറ്റസ്
LV എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വയനാട് വിഷൻ, അമ്പലവയൽ. പെയിന്റിംഗ് ജോലിക്കിടെ കെട്ടിടത്തിൽ നിന്നും വീണും അരയ്ക്ക് താഴെ തളർന്ന മലപ്പുറം വണ്ടൂർ മേലെ കോഴിപ്പറമ്പ് തായങ്കോട്ടെ രഞ്ജിത്തിന് ചികിത്സാ സഹായമെത്തി. മനോരമ ന്യൂസ് വാർത്തയെ തുടർന്ന് ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ KT റബിയുള്ളയാണ് 2 ലക്ഷം രൂപ കൈമാറിയത്. വിദഗ്ധ ചികിത്സ ലഭിച്ചാൽ രഞ്ജിത്തിന് നടന്നു തുടങ്ങാനാവുമെന്നാണ് ഡോക്ടർമാരുടെ പ്രതീക്ഷ. 15 മാസമായി തളർന്നു കിടക്കുന്ന രഞ്ജിത്തിന് ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാവുന്നില്ലെന്ന മനോരമ ന്യൂസ് വാർത്തയെ തുടർന്നാണ് ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് CEO A ഹബീബ് റഹ്മാനും ഇബ്രാഹിം കോഡൂരും ചേർന്ന് 2 ലക്ഷം രൂപ കൈമാറിയത്. ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ നേരിട്ട് കണ്ടെത്തി മനോരമ ചാനലിലൂടെ വന്ന വാർത്ത കണ്ട് ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ KT റബിയുള്ള സാഹിബിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഞങ്ങൾ ഇന്ന് രഞ്ജിത്തിനെ കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. തുടർന്ന് രഞ്ജിത്തിന് ആവശ്യമുള്ള പിന്തുണ നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛനെയും അമ്മയും നഷ്ടമായ രഞ്ജിത്ത് 2 സഹോദരിമാരും ഭാര്യയും 6 മാസം പ്രായമുള്ള കുഞ്ഞുമടങ്ങുന്ന കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. ഇനി വിദഗ്ധ ചികിത്സയാണ് ലക്ഷ്യം. നമ്മുടെ മനോരമ ഇപ്പോൾ സഹായിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ വീട്ടിലേക്ക്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയുള്ള ചികിത്സയ്ക്ക് വേണ്ട എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറെ സന്തോഷം. മനോരമ ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ രഞ്ജിത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കും ധനസഹായം എത്തുന്നുണ്ട്. S മഹേഷ് കുമാർ, മനോരമ ന്യൂസ്, മലപ്പുറം. അനാഥമായതും അഴുകിയതും കത്തിക്കരിഞ്ഞതുമായ മൃതദേഹങ്ങൾ കഴിഞ്ഞ 32 വർഷക്കാലമായി സേവനം പോലെ പോലീസ് അടക്കമുള്ള വകുപ്പുകൾക്കെടുത്തു നൽകുന്ന കാവുംഭാഗം സ്വദേശി സോമന് സഹായവുമായി ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് 2018 പ്രളയത്തിൽ തകർന്ന വീടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി ബഹ്റിൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് കമ്പനി ഉടമയായ മലപ്പുറം കോഡൂർ സ്വദേശി KT റബിയുള്ളയാണ് തിരുവല്ല പാലിയേക്കര കാഞ്ഞിരമാലിയിൽ വീട്ടിൽ K സോമന് 2.5 ലക്ഷം രൂപയുടെ സഹായഹസ്തവുമായി എത്തിയത്. ബുധനാഴ്ച ഉച്ചക്ക് 12 മണിയോടെ സോമന്റെ വീട്ടിലെത്തിയ കമ്പനി CEO ഹബീബ് റഹ്മാൻ സോമനെ പൊന്നാട അണിയിച്ച് ആദരിച്ച ശേഷം തുക കൈമാറുകയായിരുന്നു. രാധാകൃഷ്ണൻ വേണാട് മൊമെന്റോ സമ്മാനിച്ചു. കൂലിപ്പണിക്കും തെങ്ങുകയറ്റത്തിനും പോകാറുള്ള സോമന്റെ വീട് 2018 വെള്ളപ്പൊക്കത്തിൽ തകർന്ന അവസ്ഥയിലായിരുന്നു. സോമന്റെ വീടിന്റെ അവസ്ഥ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ റബിയുള്ള സഹായഹസ്തവുമായി എത്തുകയായിരുന്നു. അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന സോമന്റെയും കുടുംബത്തിന്റെയും സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സുമനസ്സുകളുടെ സഹായം ഇനിയും ആവശ്യമാണ്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്: തിരുവല്ല സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്, അക്കൗണ്ട് നമ്പർ 6221010653. IFSC കോഡ് ICIC 006269. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. ഇത് ഒരു ലാഭേച്ഛയും കൂടാതെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മാത്രം നാടിനും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ്, ഗവൺമെന്റിനെ കൂടി ഉപകാരപ്രദമാകുന്ന പ്രവർത്തനമാണ് സോമൻ ചേട്ടൻ അദ്ദേഹം ഇത്രയും കാലം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഭയപ്പെട്ടോ അല്ലെങ്കിൽ മറ്റുള്ള അർത്ഥത്തിലോ മാറി നിൽക്കുമ്പോൾ ഇതാവശ്യമായ ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഏത് സമയം വിളിച്ചാലും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ആളുകൾ വിളിച്ചാൽ ഓടിയെത്തി മനുഷ്യ ശരീരത്തെ വീണ്ടെടുക്കുക എന്നുള്ളത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അദ്ദേഹം ചെയ്തത് കണ്ട് ആ ന്യൂസ് മാതൃഭൂമിയുടെ അഭിലാഷ് ചെയ്തത് കണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഷിഫ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ KT റബിയുള്ള ആ ന്യൂസ് കാണുകയും ഉടനെ തന്നെ ഞങ്ങളുടെ മലപ്പുറത്തെ മാധ്യമ പ്രവർത്തകൻ സുരേഷിനെ വിളിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ ഇന്ന് തന്നെ വീട്ടിൽ വന്ന് കണ്ട് അദ്ദേഹത്തിന് ഷിഫ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ ഒരു ഉപഹാരം നൽകണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പെയിന്റിംഗ് ജോലിക്കിടെ കെട്ടിടത്തിൽ നിന്ന് വീണ് അരയ്ക്ക് താഴെ തളർന്ന മലപ്പുറം വണ്ടൂർ മേലെ കോഴിപ്പറമ്പ് തായങ്കോട്ടെ രഞ്ജിത്തിന് ചികിത്സാ സഹായമെത്തി. ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ KT റബിയുള്ളയാണ് 2 ലക്ഷം രൂപ കൈമാറിയത്.
വിദഗ്ധ ചികിത്സ ലഭിച്ചാൽ രഞ്ജിത്തിന് നടന്നു തുടങ്ങാനാവുമെന്നാണ് ഡോക്ടർമാരുടെ പ്രതീക്ഷ. 15 മാസമായി തളർന്നു കിടക്കുന്ന രഞ്ജിത്തിന് ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാവുന്നില്ലെന്ന വാർത്തയെ തുടർന്നാണ് ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് സിഇഒ എ ഹബീബ് റഹ്മാനും ഇബ്രാഹിം കോഡൂരും ചേർന്ന് 2 ലക്ഷം രൂപ കൈമാറിയത്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ജോലി ചെയ്ത് കുടുംബം കൂട്ടുന്നതിനിടയിൽ വീണ് അദ്ദേഹത്തിന്റെ സ്പൈനൽ കോഡിന് ക്ഷതം അനുഭവിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കിടപ്പിലുമാണ്. ചെയർമാൻ അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ ഇങ്ങോട്ട് അയക്കുകയുണ്ടായി. തുടർന്ന് ഉള്ള ജീവിതം അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് തിരിച്ചു വന്ന് നമ്മോടൊപ്പമൊക്കെ പ്രവർത്തിക്കാനും അതോടൊപ്പം തന്നെ കുടുംബത്തെ പോറ്റാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചികിത്സയ്ക്കുള്ള എല്ലാ സഹായങ്ങളും ആവശ്യമാണെങ്കിൽ ഷിഫ അൽ ജസീറ ഗ്രൂപ്പ് ചെയർമാൻ KT റബിയുള്ള സാഹിബിൻ്റെ സഹകരണം ഉണ്ടാവുന്നതാണ്. തുടർന്നും മനോരമ ജീവിതത്തിൽ ഇതുപോലെയുള്ള ആളുകളെ, പ്രയാസപ്പെടുന്ന ആളുകളെ കണ്ടെത്തി അവരോടൊപ്പം പ്രവർത്തിക്കുന്നതിൽ ഗ്രൂപ്പിന് സന്തോഷവും ഉള്ളതായി അറിയിക്കുന്നു. സഹായം കിട്ടിയതായ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയുള്ള തുടർ ചികിത്സയ്ക്ക് ഒരുപാട് ആളുകളുടെ സഹായം എല്ലാം വേണം. തുടർന്ന് രഞ്ജിത്തിന് ആവശ്യമുള്ള പിന്തുണ നൽകുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛനെയും അമ്മയെയും നഷ്ടമായ രഞ്ജിത്ത്